ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അതെല്ലാതും തന്നെ ഫുൾ ടൈം ജോബ്സ് ആണ്, അർജൻറ്റ് ഹയറിംഗ് ആയിട്ടുള്ള ജോബുകളാണ്. അപ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ജോബ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റീസിൽ വന്നിരിക്കുന്ന ഏകദേശം 17ഓളം ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൽ IT ജോബ്സ് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ജോബുകളും വന്നിട്ടുണ്ട്. ഓഫീസ് അസിസ്റ്റൻറ്റ് ജോബുകളൊക്കെ വന്നിട്ടുണ്ട്. പല സർവകലാശാലയിൽ വന്നിരിക്കുന്ന ഒഴിവുകളാണ് കേട്ടോ. ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ CV മെയിൽ അയച്ചു കൊടുത്താൽ മാത്രം മതി. അത്രയും സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഇതിൽ വരുന്ന ഫീൽഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. കൂടുതൽ വിശദ വിവരങ്ങൾ വീഡിയോൻ്റെ അകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒഴിവ് MG യൂണിവേഴ്സിറ്റിയിലാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ കരിയേഴ്സ് പേജിൽ വേണമെങ്കിൽ നോക്കാം. ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് വായിച്ച് നോക്കാം. ഇതിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് ലീഡ് ഡെവലപ്പർ ഫുൾ സ്റ്റാക്ക് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതും കോൺട്രാക്ട് ബേസിലാണ് വന്നിരിക്കുന്നത്. 2 ഒഴിവുകളാണ്. ശമ്പളം 50,000 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് BSc IT അല്ലെങ്കിൽ BSc BCA MSc അതുപോലെ തന്നെ MCA കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech പഠിച്ചവരായിരിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ITI ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. പ്രായം വന്നിട്ട് 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കേണ്ട വിധം വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഏജ്, പ്രവൃത്തി പരിചയം, യോഗ്യത ഇതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, സ്കാൻ ചെയ്ത കോപ്പികൾ എല്ലാതും വിശദമായ CVയോടക്കം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ IDയിലോട്ട് അയക്കേണ്ടതാണ്. മാത്രമല്ല മെയിൽ അയച്ചാൽ മാത്രം പോരാ, ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ തപാൽ വഴിയും അയക്കേണ്ടതാണ്. അയക്കുമ്പോൾ ഇവരുടെ അഡ്രസ്സ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു അഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി മെയ് 9-ാം തീയതി. 9-ാം തീയതിക്ക് മുൻപായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ തസ്തിക വന്നിട്ട് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 6 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ശമ്പളം 23,000 രൂപയാണ്. യോഗ്യത വന്നിട്ട് BSc IT അല്ലെങ്കിൽ BCA MCA MSc കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെങ്കിൽ BE BTech കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ വന്നിരിക്കുന്നത് 2 വർഷം എക്സ്പീരിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രായം 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കേണ്ടത് സെയിം പോലെ തന്നെ, മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഏജ്, അതുപോലെ തന്നെ യോഗ്യത, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കൂടെ തന്നെ CVയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ കാണുന്ന മെയിൽ IDയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇവരുടെ ഒഫീഷ്യൽ അഡ്രസ്സിലോട്ട് തപാൽ വഴിയും അയക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മെയ് 9-ാം തീയതി തന്നെയാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ തസ്തിക വന്നിട്ട് സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പോസ്റ്റാണ്. 4 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ശമ്പളം 30,000 രൂപയാണ്. ഇതിൻ്റെ അകത്തും വന്നിരിക്കുന്ന യോഗ്യത മുൻപത്തെ യോഗ്യതകൾ തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MCA MSc BTech തുടങ്ങിയ ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ അത്രയും കോപ്പികൾ, അതുപോലെ തന്നെ CV അടക്കം ഈ കാണുന്ന മെയിൽ IDയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇവരുടെ എല്ലാം പകർപ്പുകൾ തപാൽ വഴിയും അയക്കേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് 9-ാം തീയതി. ഇനി നെക്സ്റ്റ് തസ്തിക വന്നിട്ട് സീനിയർ നെറ്റ്വർക്ക് ആൻഡ് ഡെവലപ്പർ എഞ്ചിനീയർ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 1 ഒഴിവാണ് വന്നിരിക്കുന്നത്. 35,000 രൂപയാണ് ശമ്പളം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന മെയിൽ IDയിലോട്ട് സ്കാൻ ചെയ്ത സർട്ടിഫിക്കറ്റ്സും CV അടക്കം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ തപാൽ വഴിയും അയക്കേണ്ടതാണ്. ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ട് ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പോസ്റ്റാണ്. 23,000 രൂപയാണ് ശമ്പളം സ്കെയിൽ വന്നിട്ട്. ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രായം 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സെയിം മെയിൽ IDയിലോട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ.
ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന ഒഴിവാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കയറി ആ ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് പോസ്റ്റ് വന്നിട്ട് അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റാണ്. 30,000 രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത്. ഇതിന് വേണ്ട യോഗ്യത SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സൈനിക സർവീസിൽ നായക് അല്ലെങ്കിൽ തത്തുല്യ തസ്തികയിൽ സേവന പരിചയമുള്ളവർക്കാണ് മുൻഗണന വച്ചിരിക്കുന്നത്. അതല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. പ്രായം 45 വയസ്സിന് കവിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യണം. വെബ്സൈറ്റ്സിൽ നോട്ടിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു പോസ്റ്റ്. അതിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് May 6 ആണ്. കാർഷിക സർവകലാശാലയിൽ വന്നിരിക്കുന്ന ഒഴിവാണ് അടുത്തത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ത്രൂ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റ് വന്നിട്ട് സ്കിൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ശമ്പളം ദിവസം 675 രൂപയാണ്. യോഗ്യത BSc ബോട്ടണി, BSc അഗ്രികൾച്ചർ, ഓർഗാനിക് പ്രൊജക്റ്റുകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്കാണ് മുൻഗണന. ഇതിന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. May 3 ഇൻ്റർവ്യൂ വച്ചിരിക്കുന്നത്. സ്ഥലം വെള്ളായണി കാർഷിക കോളേജിലെ ഓർഗാനിക് അഗ്രികൾച്ചർ വിഭാഗത്തിൽ വെച്ചിട്ടാണ് ഡയറക്റ്റ് അഭിമുഖം വെച്ചിരിക്കുന്നത്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റായിട്ട് ആ ഒരു പ്ലേസിൽ അപ്പിയർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയുന്നതായിരിക്കും. അടുത്തത് വന്നിരിക്കുന്നത് കേരള വെറ്റിനറി സർവകലാശാലയിൽ വന്നിരിക്കുന്ന പോസ്റ്റാണ്. ഇതിനും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് നിയമനം വന്നിരിക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റ് വന്നിട്ട് റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ്. ശമ്പളം 35,000 രൂപയാണ്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 55% മാർക്കോടെയുള്ള BSc വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി പഠിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. മാസ്റ്റേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അഭിമുഖ തീയതി വന്നിട്ട് May 5 രാവിലെ 9 മണി മുതലാണ്. സ്ഥലം വന്നിട്ട് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണുത്തി. അവിടെ വെച്ചിട്ടാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഇനി അടുത്ത തസ്തിക വന്നിട്ട് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ്. 29,000 രൂപയാണ് ശമ്പളം. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ മാത്രം മതി. കൂടാതെ തന്നെ വേർഡ് പ്രോസസ്സിങ് അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയിൽ ഒരു പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. May 5 ഇൻ്റർവ്യൂ ഡേറ്റ് വന്നിട്ട് സെയിം പ്ലേസിൽ തന്നെ രാവിലെ 9 മണി മുതൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റ് ആ ഒരു പ്ലേസിൽ അപ്പിയർ ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂവിന്. ലാസ്റ്റ് പോസ്റ്റ് വരുന്നത് കുഫോസ് സർവകലാശാലയിലാണ്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ. സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 32,000 രൂപയാണ് ശമ്പളം. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. കൂടാതെ തന്നെ ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റൻ തസ്തികയിൽ നിന്നോ അതല്ലെങ്കിൽ അതിനോട് തത്തുല്യ തസ്തികയിൽ നിന്നോ വിരമിച്ചവർക്ക്, അതല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് സമാനമായിട്ടുള്ള തസ്തികയിൽ നിന്ന് വിരമിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനങ്ങനെ പ്രായപരിധിയില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. May 5 എറണാകുളം കുഫോസ് സർവകലാശാലയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.